എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ റസ്ക് വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് 2 കോഴിമുട്ട ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി, അപ്പോൾ ഒരുപാട് വലിയ തക്കാളി ആണെങ്കിൽ നമ്മളൊരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയിലയും പുതിനയും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പച്ചമുളക് നമ്മളിത് അതുപോലെ ചെറിയ പീസായിട്ടൊന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഈ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. പിന്നെ ആ കോഴിമുട്ട നന്നായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഉപ്പ് നോക്കി, അപ്പം കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് റസ്ക് ആണ്. അപ്പോൾ ഇത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയുള്ള ടൈപ്പ്, ഒരു മധുരമുള്ള ടൈപ്പ് റസ്ക് എടുക്കരുത്. സാധാരണ നമ്മൾ ഈ ടീ റസ്ക് ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റസ്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒന്നിങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റസ്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ റസ്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററുള്ളത് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആദ്യം 2 ഭാഗമായിട്ടൊന്ന് ആ ഒരു റസ്ക് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നനയ്ക്കുകയാണ്. ഒരുപാട് സമയം നമ്മളിങ്ങനെ കുതിർത്ത് വെക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ 2 സൈഡൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ആ ഒരു വെജിറ്റബിൾസ് അതിലേക്കൊന്നിങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ആ ഒരു പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ റസ്ക്കും നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് കുതിർത്ത ആ ഒരു റസ്ക് നമുക്കിങ്ങനെ മുറിഞ്ഞു പോകുന്നതാവരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിൽ ആവശ്യമുള്ള വെജിറ്റബിൾസും എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വെച്ച സമയത്ത് തോന്നിയ കുറച്ച് ആ കോഴിമുട്ട ഒന്നിങ്ങനെ കൂടിപ്പോയിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആ ഒരു മുട്ട ഇങ്ങനെ കാണുന്നുണ്ടല്ലോ പൊരിഞ്ഞത്. അപ്പോൾ നമ്മളിതിങ്ങനെ വെജിറ്റബിൾസ് ഇങ്ങനെ എടുത്തിട്ട് അതിൽ ആ ഒരു ഡിപ്പായിട്ടുള്ള ഒരു മുട്ട നമ്മളൊന്നിങ്ങനെ സൈഡിലോട്ട് വെച്ച് ഒന്നിങ്ങനെ ഒഴിച്ചതിന് ശേഷം അതൊന്നിങ്ങനെ ഒഴുക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളൊന്ന് മുക്കി ആ ഒരു വെജിറ്റബിൾസ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ ഒരു സൈഡിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു കുറച്ച് അധികമുള്ള മുട്ട ഇങ്ങനെ ഒഴുകി പോകുമല്ലോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ മുട്ടയാണ് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കൈകൊണ്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ റസ്ക് ഒന്നിങ്ങനെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് വെജിറ്റബിൾസ് കോരിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അല്ലാതെ നമ്മൾ മുക്കിയെടുത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്താണ് ആ ഒരു മുട്ടയൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആവുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഓരോന്നായിട്ടൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെ ആകുന്ന സമയത്ത് ഈ റസ്ക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് പ്രസ് ചെയ്യില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വെജിറ്റബിൾസ് കറക്റ്റ് അതിലേക്ക് തന്നെ അങ്ങ് പിടിച്ച് നിന്നോളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് അങ്ങനെയും കൂടെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സൈഡും കൂടെ ഒന്ന് ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇങ്ങനെ കുക്കായി കഴിഞ്ഞാൽ നമുക്കത് ഓരോന്നായിട്ടൊന്നിങ്ങനെ മാറ്റാം കേട്ടോ. ആ ഓയിലിൽ ഇങ്ങനെ ആ ഒരു റസ്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഓയിൽ നമ്മൾ പാനിൽ ഒഴിക്കരുതേ. അപ്പോൾ നമ്മൾ എത്ര ഒഴിച്ചു കൊടുത്താലും നമ്മൾ റസ്ക് അത് കുടിച്ചിട്ട് അപ്പോൾ ഭയങ്കര ഒരു ഇതാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ സൈഡിലൂടെ കുറേശ്ശെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന മുട്ടയും അതുപോലെ വെജിറ്റബിൾസും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു റസ്ക് ഇങ്ങനെ ഓയിൽ ഫ്രൈ ആയിട്ട് പിന്നെ ആ ഒരു മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം കളർഫുള്ളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ പല കളേഴ്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി റസ്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.